نستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل ഏറെ സ്നേഹവും ബഹുമാനവും മുഅ്മിനീങ്ങളെ വിശ്വാസിനികളെ റബ്ബുൽ ആലമീനായ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും പരമാവധി ജീവിതത്തിൽ പാലിച്ച് തഖ്വയോടെ ജീവിക്കുന്നതിന് വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ഒരുപാട് സവിശേഷതകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. മൃഗങ്ങൾ ഒരേ ട്രാക്കിലൂടെ മാത്രം സഞ്ചരിക്കുന്നവർ, മൃഗങ്ങൾക്ക് ഗൈഡൻസിന്റെയോ അതല്ലെങ്കിൽ ദിശ കാണിക്കാനുള്ള GPS-ലെയോ ആവശ്യമില്ല. മൃഗങ്ങൾക്ക് തെറ്റുപറ്റുകയില്ല എന്ന്, ശരിയും തെറ്റിനെയും ധർമ്മവും അധർമ്മത്തെ സംബന്ധിച്ചുള്ള ആത്മബോധം മൃഗങ്ങൾക്കിടയിലില്ല എന്ന്, ഒരു മൃഗം തന്നെക്കാൾ ദുർബലനായ ഒരു മൃഗത്തെ വേട്ടയാടുന്നത് അത് മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ക്രൂരതയല്ല എന്നുള്ളത്. മൃഗങ്ങളുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ അതിജീവനം, സർവൈവലാണ് എന്ന്. ഒരു മൃഗവും ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചിന്തിച്ച് വിഷമിക്കാറില്ല എന്ന്. മൃഗങ്ങൾ അവർക്ക് അന്ന് കിട്ടുന്ന ആഹാരം കുറെ നാളുകൾക്ക് വേണ്ടി അത് സംഭരിച്ചു വെക്കാറില്ല എന്ന്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മൃഗം ഇന്നും ആ ജീവിത രീതിയിൽ യാതൊരു മാറ്റവും ഇല്ലാതെ അതങ്ങനെ കടന്നു പോകുന്നു. മൃഗങ്ങൾക്ക് അവരുടെ വിശപ്പിനെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല എന്ന്. ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തതകൾ മൃഗങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനുഷ്യരിൽ നിന്ന് അപേക്ഷിച്ച് പറയും. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു ദിശാബോധം ആവശ്യമാണ്. മനുഷ്യന് തെറ്റുപറ്റാനുള്ള സാധ്യതയും മനുഷ്യന് നന്മയും തിന്മയും, തെറ്റും ശരിയും, നീതിയും അനീതിയും, ധർമ്മവും അധർമ്മവും ഒക്കെ തിരിച്ചറിയാനുള്ള വിവേകവും അതിനുള്ള വിവേചന ബുദ്ധിയും നൽകപ്പെട്ടിട്ടുണ്ട്. മനുഷ്യന് കേവലം ഇവിടെ തലമുറകളെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള
ഉത്തരവാദിത്തമല്ല എന്നുള്ളത്. മനുഷ്യന് മഹത്തായ ജീവിത ദൗത്യങ്ങൾ, മൂല്യങ്ങൾ അവന് പകർത്താനും ഇവിടെ കാഴ്ചവെക്കാനുണ്ട് എന്നുള്ളതും. ജീവിതത്തിന്റെ അർത്ഥം അന്വേഷിക്കുന്നത് മനുഷ്യന്റെ സ്വാഭാവികമായ ജൈവികമായ പ്രകടനമാണ് എന്ന്. മനുഷ്യന് വിശപ്പ്, മൃഗങ്ങളെ പോലെ വിശപ്പടക്കുക എന്നുള്ളത് മനുഷ്യന്റെ കേവലമായ ത്വര മാത്രമല്ല, വിശപ്പിനെ നിയന്ത്രിച്ചു നിർത്തിക്കൊണ്ട് അതിനെ തടയിടാനും ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കാനും ഭക്ഷണം കൂടുതൽ കാലത്തേക്ക് സംഭരിച്ചു വെക്കാനുള്ള അതിനുള്ള ബുദ്ധിയും വിവേകവും മനുഷ്യർക്കുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഇസ്ലാമിക ദൃഷ്ട്യാ മനുഷ്യർക്ക് ഒരുപാട് സവിശേഷതകൾ നൽകപ്പെട്ടതായിട്ട് ഖുർആനും ഹദീസുകളും നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ എന്തിനു ജീവിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഈ ദുനിയാവിലെ ഏക ജീവി മനുഷ്യരാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ മാത്രമല്ല, ഒരു കാര്യം തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം കൂടി അവന് നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ആ സ്വാതന്ത്ര്യം തെരഞ്ഞെടുക്കുവാനുള്ള, സെലക്ട് ചെയ്യാനുള്ള, എലക്ട് ചെയ്യാനുള്ള മനുഷ്യന്റെ ആ സ്വാതന്ത്ര്യം പലപ്പോഴും മനുഷ്യന് ഗുണവും ദോഷവും വരുത്തി വെക്കുന്നു, വിനയായി തീരുകയും ചെയ്യുന്നു എന്നുള്ളതും നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിത അനുഭവങ്ങളാണ്. ഇപ്രകാരം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നമ്മുടെ വിവേകം, ബുദ്ധി, ആ ബുദ്ധിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്കൊരു വിവേചന അധികാരം നൽകി എന്നുള്ളതാണ്. ഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, നബിയെ പറയുക, ഹഖ് അത് നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് നൽകപ്പെട്ടതാണ്. അതുകൊണ്ട് ഫമൻ ശാഅ ഫൽയുമിൻ ഫമൻ ശാഅ ഫൽയക്ഫുർ. ഹഖ് എന്നുള്ളത് മനുഷ്യനല്ല അതിനെ ഡിഫൈൻ ചെയ്യേണ്ടത്, അതിനെ നിർവചിക്കേണ്ടത് മനുഷ്യരല്ല. സത്യം അത് മനുഷ്യരുടെ സ്രഷ്ടാവിങ്കിൽ നിന്ന് നൽകപ്പെട്ടതാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് സത്യമാണ് എന്ന് അംഗീകരിക്കേണ്ടത് മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ്. എങ്കിലും അവന്റെ ഇച്ഛാശക്തിക്ക്, അവന്റെ തെരഞ്ഞെടുപ്പിന് അല്ലാഹു തആല സ്വതന്ത്രമായി വിട്ടുകൊടുക്കുന്നു എന്നതാണ്. ഹക്കിനെ നിരാകരിക്കാനും നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതിനെ അംഗീകരിക്കുവാനുള്ള മനസ്സും അല്ലാഹു തആല നൽകി എന്നുള്ളതാണ്. എന്നാൽ ഹക്കിൽ യാതൊരു മാറ്റം ഉണ്ടാവുകയില്ല. മനുഷ്യർക്ക് നാം രണ്ട് വഴികൾ കാണിച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. മനുഷ്യന് നാം രണ്ട് മാർഗങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇമ്മാ ശാകിറൻ, ഒന്നുകിൽ അല്ലാഹുവിന് നന്ദി ചെയ്യുന്നവനായി ജീവിക്കുക എന്നതാണ്. വ ഇമ്മാ കഫൂറ, അല്ലെങ്കിൽ നന്ദി കെട്ടവനായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള അധികാരം, അതിനുള്ള പവർ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഹക്കിൽ വിശ്വസിക്കണോ വേണ്ടയോ, തെറ്റിനെ ശരിയെ, ഇതിനെയൊക്കെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള മനുഷ്യന്റെ അധികാരമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ നിർവചിക്കുന്ന അമാനത്ത് എന്ന് പറയുന്നത്. അമാനത്ത് ഉത്തരവാദിത്വം എന്ന് പറയാം. അതുപോലെ തന്നെ അധികാരം എന്നതിനെ നിർവചിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന അഅ്റദനൽ അമാനത അല സമാവാതി വൽ അർളി വൽ ജിബാല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉത്തരവാദിത്വത്തെ മനുഷ്യരെക്കാൾ ഗാംഭീര്യമുള്ള, ശക്തിയുള്ള, ശൗര്യമുള്ള മറ്റു സൃഷ്ടികളുടെ, ആകാശഭൂമികളുടെയും പർവ്വതങ്ങളുടെയും ഒക്കെ സമക്ഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അമാനത്തിനെ പ്രദർശിപ്പിച്ചപ്പോൾ അവയൊന്നും അമാനത്തിനെ ഏറ്റെടുക്കാനുള്ള ആർജവം കാണിച്ചില്ല എന്നും അവ ഏറ്റെടുക്കാൻ വിസമ്മതിക്കുകയും ഭയപ്പെട്ടുകൊണ്ട് പിന്മാറുകയും ചെയ്തപ്പോൾ മനുഷ്യനാണ് അത് ഏറ്റെടുത്തത് എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറയുന്നു. അങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത വ്യക്തി എന്നുള്ള നിലക്കാണ് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നീ ജാഇലു ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ ഞാൻ എന്റെ ഖലീഫയെ നിയോഗിക്കാൻ വേണ്ടി പോകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഭൂമിയിലേക്ക് നിയോഗിക്കുന്നതിന്റെ
തീരുമാനം മലക്കുകളോട് പങ്കുവെക്കുമ്പോൾ പറയുന്നത് ഖലീഫ, ഖിലാഫത്ത്, അള്ളാഹുവിന്റെ രാജാധികാരത്തിന്റെ ഒരു അംശം അത് ഭൂമിയിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള കഴിവുള്ള വ്യക്തികൾ, അത് സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, വേറെ ലോകത്തും നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പോലെയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ നമുക്ക് കാണാനില്ല. കാട്ടിൽ നമ്മൾ രാജാവായിട്ട്, കാട്ടിലെ രാജാവായിട്ട് സിംഹത്തെ പൊതുവെ പറയാറില്ല. ഇതൊക്കെ ബാലസാഹിത്യങ്ങളിൽ ഒരു രസം, ഒരു ഹരം എന്ന നിലക്ക് അവതരിപ്പിക്കുന്നു എന്നതിലപ്പുറം കാലാകാലങ്ങളായിട്ട് കാടുകളെയും മൃഗങ്ങളെയും ഭരിക്കുന്ന ഏകാധിപതിയായ മൃഗമല്ല യഥാർത്ഥത്തിൽ സിംഹം എന്ന് പറയുന്നത്. നമ്മളുടെ കേവലമായ ഒരു നാടകീയമായ സങ്കല്പം മാത്രമാണ്. അവിടെ എല്ലാവരും കൂടി സിംഹത്തെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കുകയോ അതല്ലെങ്കിൽ ഒരു ഖിലാഫത്ത് സിസ്റ്റത്തിലൂടെ രാജവാഴ്ചയിലേക്ക് അധികാരം, ഉത്തരവാദിത്വം ഏൽപ്പിച്ച് കൊടുക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അവിടെ അങ്ങനെയുള്ള ഒരു സംവിധാനമില്ല. അങ്ങനെ ഒരു സംവിധാനത്തിന്റെ ആവശ്യം അവിടെ ഇല്ല. അഥവാ മൃഗങ്ങൾ അവയ്ക്ക് നൽകിയിട്ടുള്ള അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടിജാലങ്ങൾക്കും നൽകിയിട്ടുള്ള ജൈവികമായ, ജനിതകമായിട്ടുള്ള ഒരു ജീവിത സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റവും സംവിധാനവും പടച്ച തമ്പുരാൻ നൽകി. അവയ്ക്ക് അതിനപ്പുറത്തേക്ക് വ്യതിചലിക്കുവാനും ചിന്താപരമായി ഉയരാനും വികസിക്കുവാനുമുള്ള ഒരു തരത്തിലുള്ള സാധ്യതയും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ അക്രമമില്ല, അനീതിയില്ല, അവിടെ പോലീസ് സ്റ്റേഷനില്ല, കോടതിയില്ല, വിചാരണയില്ല, അവിടെ ശിക്ഷാവിധികളോ ഒന്നും കാട്ടിലോ മൃഗങ്ങൾക്കിടയിലോ ഇല്ല. എന്നാൽ മനുഷ്യരും ഇതുപോലെ മൃഗീയമായ ജീവിത ശൈലിയിലൂടെ മുന്നോട്ട് പോകണം എന്ന് വാദിക്കുകയും അങ്ങനെ ശഠിക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി നിയമങ്ങൾ പാലിച്ച് ജീവിക്കാൻ മനുഷ്യർ ബാധ്യസ്ഥരാണ് എന്ന് പറയുന്നത്. മനുഷ്യന് അവൻ ഒരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിന് നേതൃത്വം ആവശ്യമാണ് എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. 3 പേര് യാത്ര ചെയ്യുകയാണ് എങ്കിൽ അവരിൽ ഒരാളെ നേതാവായി നിയമിക്കണം എന്നുള്ളതാണ്. 3 പേരുണ്ട് എങ്കിൽ ആ 3 പേരിൽ ഒരാൾ ആ 3 പേരുടെ മൊത്തം കാര്യങ്ങളെ നിയന്ത്രിക്കുകയും അതിനെ ലീഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ലീഡർ മനുഷ്യർക്കിടയിൽ നിന്ന് ഉയർന്നു വരണം എന്നുള്ളതാണ്. ഈ 3 പേരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അത് ഭംഗിയായി നീതിപൂർവം നടപ്പിലാക്കുന്ന ഒരു ലീഡർ ഉണ്ടാവുക എന്ന് പറയുന്നത്, അത് ഒരു കൺട്രോൾ സിസ്റ്റമായി, ഒരു നിയന്ത്രണ സിസ്റ്റമായി കൊണ്ട് പടച്ച തമ്പുരാൻ ഇവിടെ മനുഷ്യർക്കിടയിൽ നൽകിയ ഒരു സംവിധാനമാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു തരുന്നത് തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖറബുഹു, അത് അല്ലാഹുവിന്റെ നിയമ പരിധികളാണ്. ദുനിയാവിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ നിയമ വ്യവസ്ഥ നമുക്ക് കാണാൻ കഴിയും. നിയമങ്ങൾക്ക് അപ്പുറത്തേക്ക് കളിക്കാൻ കഴിയില്ല. നമ്മൾ ഒരു പേജ് എടുത്ത് അതിൽ എഴുതുകയാണ് എങ്കിൽ പേജിന്റെ വലത്തേ മൂലയിലെ മേലെ ഭാഗത്തെ ഇടതു മൂലയിൽ നിന്ന് ഏറ്റവും ടോപ്പിൽ നിന്ന് വലതു ഭാഗത്ത് അടിഭാഗത്ത് അറ്റം വരെ ആരും എഴുതൂല. കൃത്യമായ ഒരു മാർജിൻ ഉണ്ടാകും, അതിന് വരകൾ ഉണ്ടാകും. ആ മാർജിൻ അപ്പുറത്തേക്ക് എഴുത്തു പോകുന്നത് അത് വൃത്തികേടാണ് എന്നും അത് എഴുത്തിന്റെ ഭംഗി ഇല്ലാതാക്കുന്നതാണ് എന്നും, അത്തരത്തിൽ ഭംഗിയും ചിട്ടയും ഇല്ലാതെ എത്ര കാര്യമാത്ര പ്രസക്തമായ കാമ്പുള്ള സംഗതികൾ എഴുതിയാലും അതിന് മാർക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നത് നമുക്കൊക്കെ അറിയാം. ഒരു പേപ്പറിൽ പേന കൊണ്ടൊരു കുറിപ്പെടുന്നതിൽ പോലും നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് മനുഷ്യർ എന്നുള്ളത്. അഥവാ മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലായിടത്തും ഇത്തരത്തിൽ നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ്. ആ നിയമങ്ങൾ പാലിക്കുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നൽകിയിട്ടുള്ള ഇച്ഛാ സ്വാതന്ത്ര്യമുണ്ട്, നിയമങ്ങൾ ലംഘിക്കുവാനുള്ള അവസരമുണ്ട്, അതിനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള അവന്റെ മുന്നിൽ അത്തരം ഒരു സാധ്യത തുറന്നിട്ടുള്ളത് കൊണ്ട് തന്നെ
അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ കാര്യം അവിടെ വ്യക്തമാക്കി തന്നു. വലാ തത്തബിൽ ഹവ, നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തുകൂടാ എന്നാണ്. ഹവയെ അഥവാ ദേഹേച്ഛകളെ പിൻപറ്റുന്നത് ഫയദില്ലുക അൻ സബീലില്ല, അതൊക്കെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്ന് നിന്നെ വഴിതെറ്റിച്ചു കളയും എന്നുള്ളതാണ്. അഥവാ ഇഷ്ടങ്ങളെയും പ്രേരണകളെയും പിന്തുടരാൻ പാടില്ല, അത് അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് മനുഷ്യരെ തെറ്റിച്ചു കളയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ക്ലിയർ ആയി, എല്ലാം വ്യക്തമായി കൊണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയി എല്ലാം അവിടെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഇന്നൽ ഹലാല ബയ്യിനുൻ വൽ ഹറാമ ബയ്യിനുൻ, ഹറാം കൃത്യമാണ്, വ്യക്തമാണ്. ഹലാൽ കൃത്യമാണ്, വ്യക്തമാണ്. അതിന് ഒരുപാട് പണ്ഡിതന്മാരുടെ ഫത്വകളും ഒരുപാട് കിതാബുകളും പരതേണ്ടതില്ല. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജൈവികമായ ഒരു വാസനയിലൂടെ പടച്ച തമ്പുരാൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് നൽകിയിട്ടുള്ള ഈ സ്വാതന്ത്ര്യം, തെരഞ്ഞെടുക്കുവാനുള്ള ഈ സ്വാതന്ത്ര്യം, നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള, അത് തെരഞ്ഞെടുക്കാനുള്ള ഈ സ്വാതന്ത്ര്യം, അത് ലംഘിക്കാതിരിക്കാൻ ഒരു ഗവേണൻസ് മനുഷ്യർക്കിടയിൽ ഉണ്ടാകണമെന്നതാണ്. അത് കേവലം ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ ഭരണകൂടത്തിലൂടെ മാത്രം നിർവഹിക്കപ്പെടേണ്ടതല്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വീക്ഷണം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങൾ എല്ലാവരും റാഇകളാണ്, എല്ലാവരും ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ്. വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നതാണ്. അഥവാ ഓരോ വ്യക്തിയെയും ഒരു ഭരണാധികാരിയാക്കുന്ന മൈക്രോ ഗവേണിംഗ് സിസ്റ്റമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ കുറച്ച് വ്യക്തികളെ, ഒരു കൂട്ടായ്മയെ, ഒരു മന്ത്രിസഭയെ, അതല്ലെങ്കിൽ ഒരു നിയമസഭയെ, അതല്ലെങ്കിൽ ഒരു ലോകസഭയെ തെരഞ്ഞെടുത്തുകൊണ്ട് മുഴുവൻ ഉത്തരവാദിത്തങ്ങളും അവരുടെ ചുമലിൽ ഏൽപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾ അഥവാ സാധാരണ പൗരന്മാർക്കൊക്കെ അവർക്ക് പിന്നെ എന്തുമാകാം എന്ന ചിന്താഗതി ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇസ്ലാം ഓരോ വ്യക്തിയിൽ നിന്നും അധികാരത്തിന്റെ ഭരണാധികാരം ഓരോ വ്യക്തിയെയും ഏൽപ്പിച്ചുകൊണ്ടാണ് അതിനെ പടിപടിയായി അതിനെ വികസിപ്പിച്ചു കൊണ്ടുവരുന്നത്. ഒരു വ്യക്തിയിൽ നിന്ന് ആ വ്യക്തിയുടെ ചുറ്റും അയാളെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളെയും, ആ കുടുംബങ്ങൾ ചേർന്നുകൊണ്ട് ഒരു സമൂഹത്തെയും, ആ സമൂഹങ്ങൾ ചേർന്നുകൊണ്ട് ഒരു രാഷ്ട്ര സംവിധാനത്തെയും ഒക്കെ പുനഃസംഘടിപ്പിക്കുകയും അങ്ങനെ കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക, അവർക്കിടയിൽ നീതി നടപ്പിലാക്കപ്പെടുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വ്യക്തമായി പറയുന്ന ഒരു സംഗതി, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഈ ഉത്തരവാദിത്തം, അമാനത്ത്, ആ അമാനത്ത്, ആ അധികാരം തെരഞ്ഞെടുക്കുവാനും നൽകുവാനുമുള്ള ഉത്തരവാദിത്തം. അഥവാ ഞാനൊരു അധികാരിയാണ്, എനിക്ക് പരിമിതമായ ചില അധികാര അവകാശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അത് എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന എന്റെ കുടുംബങ്ങൾ, എന്നിൽ നിന്ന് വിജ്ഞാനം ലഭിക്കുമെന്ന് വിചാരിക്കുന്ന എന്റെ ശിഷ്യർ, എന്റെ മുഖാത്തബുകൾ, ഇവരോട് നീതി പുലർത്തേണ്ട, ഇവർക്ക് കൃത്യമായ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുള്ളതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ മേഖലയിൽ കൃത്യമായിട്ട് പടച്ച തമ്പുരാൻ അമാനത്തുകൾ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്തുകളിൽ ഒന്നാണ് നമ്മുടെ നാട്ടിലെ നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുവാനുള്ള നമ്മുടെ അവകാശം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ചില നിർണായകമായ വിഷയങ്ങളിൽ നമുക്ക് തെരഞ്ഞെടുക്കുവാനുള്ള അധികാരമുണ്ട്, ചില വിഷയങ്ങളിൽ നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള അധികാരമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജന്മസിദ്ധമായി നൽകുന്ന നമ്മുടെ മാതാപിതാക്കളെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്കില്ല. മക്കളെ തെരഞ്ഞെടുക്കുവാനുള്ള അവകാശം നമുക്കില്ല. നമുക്ക് ഭാര്യയെ തെരഞ്ഞെടുക്കാൻ പറ്റും, നമുക്ക് ഭർത്താവിനെ തെരഞ്ഞെടുക്കാൻ പറ്റും.
എന്നാൽ മാതാപിതാക്കളെ തെരഞ്ഞെടുക്കാൻ പറ്റില്ല. നമ്മുടെ ജന്മസ്ഥലം, ജനനം ഏത് തരത്തിലായിരിക്കണം, എവിടെയായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ളത് തെരഞ്ഞെടുക്കാനുള്ള അധികാരം നമുക്കില്ല. നമ്മുടെ മരണവും തെരഞ്ഞെടുക്കുവാനുള്ള അധികാരം നമുക്കില്ല. എന്നാൽ അതിനിടക്ക് പരിമിതമായ ചില തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള സാധ്യതകളുമാണ് പടച്ചതമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ളത്. അത് കൃത്യമായി വിനിയോഗിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ്. അതാണ് അല്ലാഹു തആല പറയുന്നത്, അൻതുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഈ ഉത്തരവാദിത്വം അത് ഏറ്റവും ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ആളുകളിലേക്ക് തന്നെ അത് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. വൈദ ഹക്കംതും ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ ഭരണാധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും വിധി കൽപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അൻതഹ്കുമു ബിൽ അദ്ൽ, നിങ്ങൾ നീതിനിഷ്ഠയോടുകൂടിയായിരിക്കണം നിങ്ങൾ വിധി പറയേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ വരാനിരിക്കുകയാണ്. 5 വർഷം 10 വർഷമൊക്കെ തുടരെ ഭരിച്ച ഒരു ഭരണകൂടത്തിന്റെ ഭരണകൂടത്തെ തെരഞ്ഞെടുക്കേണ്ടതുണ്ടോ, പ്രതിപക്ഷത്തെ തെരഞ്ഞെടുക്കേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള പ്രചണ്ഡമായ ചർച്ചകൾ നടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ പൗരനും, വോട്ടവകാശമുള്ള ഓരോ പൗരനും ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കുമ്പോൾ ഒരു വിശ്വാസി, ഒരു മുസ്ലിം എന്ന കോണ്ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ ഈ വിഷയത്തെ വിശകലനം ചെയ്യുകയും കാണുകയും ചെയ്യുമ്പോൾ അന്ധമായ ഒരു രാഷ്ട്രീയ അഭിനിവേശം, അനുകരണം എന്നതിലപ്പുറം ഇസ്ലാമികമായ ഒരു വികാരത്തോടുകൂടി, ഇസ്ലാമികമായ താല്പര്യത്തോടുകൂടി, സാമുദായികമായ താല്പര്യത്തോടുകൂടി, രാഷ്ട്രീയമായ താല്പര്യത്തോടുകൂടി, രാജ്യ താല്പര്യത്തോടുകൂടി, പൊതുജനങ്ങളുടെ നന്മയുടെ താല്പര്യത്തോടുകൂടി ഒക്കെ ആയിരിക്കണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടവകാശത്തെ വിനിയോഗിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ്. അഥവാ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ വർഗീയ രാഷ്ട്രീയം, വംശീയ രാഷ്ട്രീയം ആളുകൾക്കിടയിൽ തിന്നുന്ന ചോറിലെ ഓരോ വറ്റിൽ പോലും വർഗീയതയും രാഷ്ട്രീയത്തെ വംശീയതയും കുത്തിവെച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും വേർതിരിക്കുകയും ആളുകൾക്കിടയിൽ ശൈഥില്യവും ഭിന്നിപ്പും ഉണ്ടാക്കിക്കൊണ്ട് അത് ഭരണരംഗത്ത് അത് പിടിച്ചു നിൽക്കുവാനും ഉയർന്നു വരാനും ഒക്കെയുള്ള സാധ്യതയായി വിനിയോഗിക്കപ്പെടുന്ന ആളുകൾ. ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടറിയാനുള്ള വിവേകം നമ്മൾ കാണിക്കണം. പലപ്പോഴും അധികാരങ്ങൾ കിട്ടുന്ന സമയത്ത് ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് അധികാരത്തിന് മുമ്പ് വാചാലമായി പറയുകയും അധികാരത്തിന് ശേഷം അത് ഉത്തരവാദിത്തങ്ങൾ, നീതിയും നന്മയും ഒക്കെ അവകാശങ്ങളും ഒക്കെ അതൊരു പ്രത്യേക ജനവിഭാഗങ്ങളിലേക്ക് അത് വിനിമയം ചെയ്യപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ സംഘപരിവാര, അതുപോലെ തന്നെ ഫാഷിസ രാഷ്ട്രീയം വലിയ തോതിൽ ശക്തി പ്രാപിക്കും. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയ ഒരു സ്ഥാനാർത്ഥിയെ തടയുന്നത്, ഒരു പ്രകോപനവും ഇല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ തടയാൻ മാത്രമുള്ള ധാർഷ്ട്യവും അതിനുള്ള ഹുങ്കും അധികാരവും ഒരു സംസ്ഥാന ഭരണത്തിൽ ഇല്ലാതിരുന്നിട്ട് പോലും കാണിക്കുവാനുള്ള ധാർഷ്ട്യവും ചങ്കൂറ്റവും ഉണ്ട് എങ്കിൽ, ഇങ്ങനെയുള്ള ആളുകൾ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാലുള്ള അപകടത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തടയിടാനും ആളുകൾക്കിടയിൽ നീതിബോധമുള്ള കുറെ കൂടി എല്ലാ തരത്തിലുള്ള സമുദായങ്ങളെയും വിശിഷ്യ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി വോട്ട് നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും അവിടെയൊക്കെ അന്ധമായ രാഷ്ട്രീയം നമ്മളുടെ തെരഞ്ഞെടുപ്പ് തീരുമാനങ്ങളെ സ്വാധീനിക്കരുത് എന്നാണ് സൂചിപ്പിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെ വലിയ പ്രത്യാശയും പ്രതീക്ഷയോടുകൂടി വോട്ട് നൽകി വിജയിച്ച ആളുകൾ പലപ്പോഴും അധികാരത്തിലെത്തുമ്പോൾ ഇവിടെ ഫാഷിസ്റ്റുകളുടെ ആവശ്യമില്ല, അതിനേക്കാൾ തീവ്രമായി കൊണ്ട് ഫാഷിസ്റ്റുകളുടെ ലക്ഷ്യം ഞങ്ങളിലൂടെ നേടിത്തരാമെന്ന് പ്രവൃത്തി കൊണ്ട് തെളിയിച്ചു കാണിക്കുന്നത് നമുക്കൊക്കെ അനുഭവവേദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ
ഈ രാഷ്ട്രീയമായിട്ടുള്ള ഈ ഉത്തരവാദിത്തത്തെ വിനിയോഗിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് വിശുദ്ധ ഖുർആൻ അത് ഉത്തരവാദപ്പെട്ട ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് ഉണ്ട്. ജനങ്ങളുടെ അവകാശങ്ങൾ ഒരിക്കലും നിങ്ങൾ കുറച്ചു കൊടുക്കരുത്. ജനങ്ങളുടെ അവകാശങ്ങളിൽ ഒരു തരത്തിലുള്ള കുറവും വരുത്തിക്കൂടാ എന്നുള്ളതാണ്. അഥവാ വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒരു സാമൂഹിക നിയമവ്യവസ്ഥ ആവശ്യമാണ് എന്നും ആ നിയമവ്യവസ്ഥയെ സംരക്ഷിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകളെ ആയിരിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുക്കേണ്ടതില്ല. നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾ അതിന്റെ അർഹർക്ക് തന്നെ ഖിയാമത്ത് നാളിൽ നൽകേണ്ടി വരുമെന്നാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കേവലം ഇവിടെ ഒരു വോട്ടങ്ങട് ചെയ്തു കഴിഞ്ഞു എന്നതുകൊണ്ട് അയാളുടെ ഉത്തരവാദിത്വം അവസാനിക്കുന്നില്ല. നാളെ പരലോകത്ത് അയാൾ ചെയ്ത വോട്ട് അത് എത്രത്തോളം ഗുണകരമായി പ്രതിഫലിച്ചു എന്നുള്ളത് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന സംഗതിയാണ് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയും അതാവാ പരലോകവുമായി വിചാരണയുമായി അല്ലാഹുവിന്റെ പരലോകത്തെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള ഇടപെടൽ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. നിന്റെ രക്ഷിതാവിനെ സാക്ഷിയാണ് അല്ലാഹുവാണ് സത്യം. അവർ ചെയ്തതിനെ കുറിച്ച് എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല ചോദ്യം ചെയ്യുമെന്നാണ്. എല്ലാവരെയും പടച്ചതമ്പുരാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും, അവിടെ പിടിച്ചു നിർത്തും. എല്ലാവരെയും ചോദ്യം ചെയ്തിട്ടേ പടച്ചതമ്പുരാൻ അവരെ പിടിച്ചു നിർത്തുക, അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് ആഹ്വാനം ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഈ അധികാര വിനിയോഗം, വോട്ടവകാശം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പോയി വോട്ട് ചെയ്യുക എന്നത് മാത്രമല്ല, എന്നെയും ഞാൻ അടങ്ങുന്ന കുടുംബത്തെയും സമൂഹത്തെയും രാജ്യത്തെ യാതൊരു തരത്തിലുള്ള ദുഷ്ടചിന്തകളുമില്ലാത്ത സാധാരണക്കാരായ കോടിക്കണക്കായ മനുഷ്യരെ നീതിയോടുകൂടി ഭരണം നിർവഹിക്കുന്ന ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നതിൽ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ വോട്ട് പിടിക്കാൻ വേണ്ടി പാർട്ടി ചുമതലപ്പെടുത്തിയ ആളുകൾക്ക് മാത്രമല്ല ഒരാളെ വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമുള്ളത്. നമ്മുടെ കുടുംബത്തിൽ അകലെയുള്ള നമ്മുടെ മണ്ഡലം, നിയമസഭാ മണ്ഡലം, നിയോജക മണ്ഡലം മാറി താമസിക്കുന്ന ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഇങ്ങോട്ട് എത്തിക്കാനും നമ്മുടെ നാട്ടിൽ തൊട്ടടുത്ത് അവശരായ അസുഖം കൊണ്ടോ മറ്റോ ഒക്കെ പോളിംഗ് ബൂത്തിലേക്ക് എത്തി വോട്ട് ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൊണ്ടുപോയി വോട്ട് ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടി പ്രവർത്തകർക്ക് മാത്രമല്ല ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തിക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അങ്ങനെ ഓരോ വ്യക്തിയും രാഷ്ട്രീയമായി ഉത്ഭുതരാകുകയും അത് പ്രായോഗികമായി അതിന്റെ ആ പ്രക്രിയയുടെ സജീവ ഭാഗമാകുകയും ചെയ്യുമ്പോൾ കൂടിയാണ് നമ്മുടെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കപ്പെട്ടവരായി നമ്മൾ മാറുക എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന വിശ്വാസികളെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.